ആലുവയിൽ 3 യുവാക്കളെ മർദ്ദിച്ച് കാറിൽ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തൃശൂരിൽ നിന്നാണ് 2 പേരെ കസ്റ്റഡിയിലെടുത്തത്. റെന്റോ കാർ ബിസിനസ് നടത്തുന്നവരാണ് കസ്റ്റഡിയിലുള്ളത്. അതേസമയം ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കടത്തിയ കാർ ആലുവയിൽ എത്തിച്ചിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ. അനു, ഇന്നലെ രാവിലെ 3 യുവാക്കളെ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തട്ടിക്കൊണ്ടുപോയതിലെ ദുരൂഹതകൾ നീങ്ങുന്നില്ല. ആദ്യഘട്ടത്തിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ദൃക്സാക്ഷി മൊഴികൾ എങ്കിൽ കൂടുതൽ വിശദമായ പോലീസിന്റെ അന്വേഷണത്തിൽ 3 യുവാക്കളെ അവിടെ നിന്ന് കൊണ്ടുപോയതായി മനസ്സിലാക്കി. 4 പേർ വണ്ടിയിലുണ്ടായിരുന്നു. ഇവരെ ബലം പ്രയോഗിച്ച് കാറിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു, ഇന്നോവ കാറിൽ. അതിനുശേഷമാണ് കാർ കണിയാപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പോലീസ് തുടർന്ന് കാർ കണ്ടെത്തി. ഇപ്പോൾ ഈ റെന്റേ കാർ ഇടപാടുകൾ നടത്തുന്ന ആളുകളാണ് കസ്റ്റഡിയിലായിട്ടുള്ള 2 ആളുകൾ. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇതോടൊപ്പം തന്നെ ഒരു ASIയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട എയർ ക്യാമ്പിലെ ASIയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. റെന്റേ കാർ നൽകുന്നതിന് വേണ്ടി ASI പറഞ്ഞതനുസരിച്ചാണ് റെന്റേ കാർ കൊടുത്തത്. അത് മറ്റൊരാൾക്ക് വേണ്ടിയായിരുന്നു, ASIയുടെ ബന്ധത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയായിരുന്നു അത് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് അവിടെ ഈ യുവാക്കളുടെ കയ്യിലേക്ക് ഈ കാർ എത്തുന്നത്, പറഞ്ഞു വെച്ചിരുന്ന കാർ എത്തുന്നത് എന്നതടക്കമുള്ള സംശയങ്ങൾ ബാക്കിയാണ്. മാത്രമല്ല, നേരത്തെ പോലീസിനെ കണ്ട് ആ വാഹനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതിൽ മുഴുവൻ ആളുകളും, വാഹനത്തിലുണ്ടായിരുന്ന 7 ആളുകളും മതിൽ ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ എന്തുകൊണ്ട് അവരെല്ലാവരും തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ദുരൂഹതകളുണ്ട്. റെന്റേ കാറിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തർക്കങ്ങളുടെ തുടർച്ചയാണ് ഈ സംഭവം എന്നാണ് കരുതുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശരി ജിജീഷ്.